ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് ഓൾറെഡി എല്ലാവരും തമ്മിലിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ നൈക്കിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് കണ്ടാലോ. ചാനലൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവേത് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണിൽ അമർത്തി ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് സ്നെയിൽ മ്യൂസിയമാണിത്. ഇത് എനിക്ക് ആദ്യം കോസാറക്സിൻ്റെ സ്നെയിൽ മ്യൂസിയം വാങ്ങിക്കണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഞാനത് യൂട്യൂബിലൊക്കെ അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ഓയിലി സ്കിന്നുള്ളവർക്ക് വർക്കാവത്തില്ല. എനിക്ക് ഓൾറെഡി എൻ്റെ ആക്നെ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ എനിക്കത് വർക്കാവത്തില്ല എന്ന് തോന്നി. ഞാൻ കുറേ റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വർക്കാവില്ല, ഇനി ആക്നെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ റിനിയുടെ സ്നെയിൽ മ്യൂസിയം നല്ലതാണ്, ഓയിലി സ്കിന്നുള്ളവർക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് റിവ്യൂ കണ്ടത്. അത് ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഞാനിപ്പോൾ ഒരു 2 വീക്സൊക്കെ ആയി ഇത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വലിയ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല, നല്ലതാണ്. ഇനിയല്ല, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം, ഞാൻ ചെയ്യാം. കുറേ നേരം പുറത്തെന്തോ ഭയങ്കര ഒച്ചപ്പാടൊക്കെ കേൾക്കണം. ചിലപ്പോൾ ഞാനിത് വോയിസ് ഓവർ ചെയ്യാനാണ് ചാൻസ്. ഞാൻ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനേ ചാൻസ് ഉള്ളൂ. അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. പ്ലമ്മിൻ്റെ ഒരു ടോണറാണ്, നിയാസിനമൈഡ് ടോണറാണ്. 3% നിയാസിനമൈഡ് റൈസ് വാട്ടറൊക്കെ ഉള്ള പോഴ്സ് മിനിമൈസിങ് ടോണറാണ്. എനിക്ക് നല്ല അടിപൊളിയായിട്ട് കുറേ പോഴ്സൊക്കെ ഉണ്ട്. അപ്പം അതിന് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ച് ഞാനിത് വാങ്ങിച്ചതാണ്. ആരുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് വാങ്ങിച്ചതാണെന്ന് അറിയുമോ? നമ്മുടെ മലയാളത്തിലെ അസ്വി ടീച്ചർ വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഇത്. ഈ പ്ലമ്മിൻ്റെ ഒപ്പം എനിക്ക് ഫ്രീ ബൈ ആയിട്ട് 2 പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അവസാനം കാണിക്കാം. വേറൊരു പ്ലമ്മിൻ്റെ തന്നെ വാങ്ങിച്ചതാണ്. പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് തന്നെ 10% നിയാസിനമൈഡുള്ള സിറമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതും ഞാൻ ഓൾറെഡി ഒരു 2 വീക്സൊക്കെ ആയി ഉപയോഗിക്കുന്നു. ഇതും നല്ലതാണ്. പോഴ്സ് മിനിമൈസിങ് സിറം ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുള്ളവർ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ ഡാർക്കിസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെർഫ്യൂമല്ല, ബോഡി മിസ്റ്റാണ്. ഇത് അത്യാവശ്യം നല്ല ബോഡി മിസ്റ്റാണ്, നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ല അടിപൊളി ബോഡി മിസ്റ്റാണ്. ഒരു വാനില ഫ്ലേവർ ടച്ചൊക്കെ വരുന്നത്, ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ഇവരിനത് പറയുന്നുണ്ട്. എനിക്കത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല. ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഇതൊക്കെ കുറേ കാലമായിട്ട് കാർട്ടിലിട്ട് വെച്ച് ആഗ്രഹിച്ച് വാങ്ങിച്ച, ഒരുപാട് റിവ്യൂ ഒക്കെ കണ്ടിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ അതിനകത്തൊന്നും പറയുന്ന പോലെ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല ഇത്. നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ആ ബാത്ത് ആൻഡ് ബോഡി വർക്സിൻ്റെ തന്നെ ഡാർക്കിസിൻ്റെ ബോഡി ലോഷനാണ്. ഇതും ഭയങ്കര ഹൈപ്പ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ പറയുന്ന അത്ര ഹൈപ്പ് കൊടുക്കാനുണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെയാണ്. കുറച്ചധികം നേരം, ഒരു 6 hours ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അടുത്തത് നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല ഷെയ്ഡാണ്. ഞാൻ ആ ഷെയ്ഡാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. പിന്നെ ഞാൻ അടുത്തത് വാങ്ങിച്ചതാണ് ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ലിപ്സ്റ്റിക്ക്. ഇതിനകത്ത് ഗ്ലോസും വരുന്നുണ്ട്, ലിപ്സ്റ്റിക്കും വരുന്നുണ്ട്. റെക്കമെൻഡ് ചെയ്തില്ല, കാരണം കൊള്ളത്തില്ല, പശ പോലെ ഇരിക്കും. മിസ് ക്ലെയറിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ്. ഈ ലിപ്സ്റ്റിക്ക് അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ അസ്വി ടീച്ചർ വീഡിയോ കണ്ടിട്ടാണ് വാങ്ങിച്ചത്. നല്ലൊരു പൗഡർ ഫിനിഷില്ലേ, പൗഡർ ഫിനിഷ്. നമ്മൾ പ്രൈമറൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ തൊട്ട് നോക്കി കഴിയുമ്പോൾ ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ലേ നമ്മുടെ, അതേപോലെ ഒരു സോഫ്റ്റ്നെസ്സാണ് ഈ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ലിപ്പിന് കിട്ടുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് എൻഗേജിൻ്റെ ഒരു പെർഫ്യൂം. ഈ പെർഫ്യൂം അടിപൊളി പെർഫ്യൂമാണ്, നല്ല സ്മെല്ലാണ്. ഞാൻ സ്മെല്ല് ടെസ്റ്റ് ചെയ്യാതെ നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അധികം റിവ്യൂ ഒന്നും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. പക്ഷെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്ര, 649 ആണ്. എനിക്ക് കിട്ടിയത് 280 അങ്ങനെ എന്തോ ആണ് കിട്ടിയത്. അപ്പോൾ ഇത് നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്.
ഇത് നല്ല പെർഫ്യൂം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കൊടുക്കുന്ന പ്രൈസിന് വർത്തായിട്ടുള്ള പെർഫ്യൂമാണ്. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയാൽ അടിപൊളി പെർഫ്യൂമാണ്. വാങ്ങിച്ചതാണ് ഡവിൻ്റെ ഒരു ഹെയർ മാസ്ക് ആണ് വാങ്ങിച്ചത്. ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിന് അത്യാവശ്യം നല്ല ഓഫറിലാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ പ്രൈസ് എത്ര വരുന്നത്? ഒറിജിനൽ പ്രൈസ് വരുന്നത് 649 ആണ്. 649 ആണ് ഒറിജിനൽ പ്രൈസ് വരുന്നത്. എനിക്ക് എത്രയോ 300-ലാണ് കിട്ടിയത്. പിന്നെ ഞാൻ ഇത്രയും സാധനങ്ങൾ നൈക്കിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് അവർ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ സാഷകൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഫ്രീ തന്നിട്ടുണ്ട്. പക്ഷെ പ്ലംകാരാണ് കേട്ടോ എന്നെ ഞെട്ടിച്ചത്. അവരൊരു വലിയ സാധനം ഫ്രീ തന്നു. ഫസ്റ്റ് അവരുടെ ഈ വാനില ഫ്ലേവറിൽ വന്നേക്കുന്ന ബോഡി വാഷും ബോഡി ക്രീമും പെർഫ്യൂമും കൂടിയുള്ള ഈ ഒരു ചെറിയ പാക്കാണ് വന്നേക്കുന്നത്. പക്ഷേ ഇല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്മെല്ല്. കുറേ നേരം ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സ്മെല്ല്. ഈ ബോഡി മിസ്റ്റിൻ്റെ സ്മെല്ലിന് പൊന്നു ഞാൻ കാട്ടിത്തരട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ എമൗണ്ട്. ഞാൻ കിട്ടിയപ്പോൾ തന്നെ ഇത് ഇത്രയായി കണ്ട. അത്രയും ഞാനിത് യൂസ് ചെയ്ത്. കാരണം എനിക്കിങ്ങനെ മണത്തോണ്ടിരിക്കാനേ തോന്നും. നമ്മൾ മണത്ത് അടിപൊളി സ്മെല്ല്. വാനിലയുടെ സ്മെല്ല് എനിക്കിഷ്ടമാണ്. ബോഡി ക്രീമും അത് തന്നെ നല്ല സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഒന്നും കൂടി ഉണ്ട് ബോഡി വാഷ്. പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത് മറ്റേ റിനയുടെ സ്നെയിൽ മ്യൂസിയം വാങ്ങിച്ചപ്പം റിനയുടെ തന്നെ സൺസ്ക്രീനാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് SPF 17 ഉള്ളതാണ്. പിന്നെ എനിക്ക് ഫ്രീ കിട്ടിയിട്ടുള്ള ഐറ്റമാണ് എൻഗേജിൻ്റെ സ്പ്രേ വാങ്ങിച്ചപ്പോൾ അവരുടെ തന്നെ ഒരു സാഷേ പോലെ ചെറിയൊരു. പിന്നെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് നമ്മുടെ പ്ലം ആണ് ഗൈസ്. പ്ലം എനിക്ക് ഹൈലറോണിക് ആസിഡിൻ്റെ 2% സിറം. ഇത് പുതിയ ലോഞ്ചാണ്. ഇത് പുതിയ ലോഞ്ചിങ് ആണെന്ന് തോന്നുന്നു. ഇതെനിക്ക് അവർ ഫ്രീ ബൈ ആയിട്ട് തന്നു ഗൈസ്. ഇതാണ് എൻ്റെ പാക്കേജ്. നല്ല പിങ്കായിട്ട് നല്ല ക്യൂട്ടായിട്ട് നല്ല. അപ്പോൾ ഗൈസ് നമ്മുടെ പെട്ടി ഗാലിയായിരിക്കും. അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.